നമ്മൾ വിഷുവായിട്ട് രാവിലെ എണീച്ച് വന്നതും കണിയൊക്കെ കണ്ട് കൈനീട്ടം വാങ്ങിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു. അപ്പോൾ ഇന്ന് അമ്മ പുട്ടും വിഷുക്കഞ്ഞിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിഷുക്കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ അമ്പലത്തിലല്ല, നമ്മൾ ചിറ്റൂർക്കാവിൽ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അതിനുശേഷം നമ്മൾ തെക്കേ ഗ്രാമത്തിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വന്നു. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് സദ്യയൊക്കെ ഒരുക്കിയത്. നമ്മളിവിടെ നോൺ വെജ് എടുക്കാറുണ്ട് വിഷുവിന്, അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. ഈ പടക്കം പൊട്ടിക്കൽ പരിപാടികളിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ വിഷു നന്നായി മിസ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് വിഷു വരുന്നത് സമ്മർ വെക്കേഷൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോവാം, നാട്ടിലേക്ക് പോവാം. എല്ലാവരുടെ കയ്യിൽ നിന്നും വിഷു കൈനീട്ടം കിട്ടും. പിന്നെ ചക്ക, മാങ്ങ എല്ലാം ഉണ്ടാവുന്ന സമയമാണല്ലോ. അങ്ങനെ ഭയങ്കര കളർഫുള്ളായിരുന്നു ആ സമയത്ത് വിഷു. ഇപ്പം അത് വെച്ച് നോക്കുമ്പം അത്ര ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു കിട്ടും. എനിക്ക് ചെറുപ്പത്തിലൊക്കെ കൈനീട്ടത്തിനേക്കാളും പടക്കം പൊട്ടിക്കലായിരുന്നു എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഗതി. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്ടർ അബൌട്ട് വിഷു എന്താണെന്ന് പറയണേ.